Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay, ഇരിക്കുകയായിരുന്നു അതാട്ടോ ലേറ്റ് ആയത് വരെ. Okay, so please, we can start. Who is going to do prayer? Yes, please. Aruli, prayer. Miss, Yes. my God, I close my eyes and ask you to give me the light of knowledge and wideness of my heart and good knowledge. Thank you. Okay. Anything else you want to share? So നിങ്ങളുടെ പ്രാക്ടിക്കൽസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, right? Yes, ma'am. ഇന്ന് അശ്വതി മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു പ്രാക്ടിക്കൽസ് പറഞ്ഞതായിരുന്നു. ഞാനേ നാളെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ തിയറി പോർഷൻ തീർക്കണമല്ലോ. ഓക്കെ മാം. അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. വെനസ്ഡേ ഓൾസോ മൈ ക്ലാസ്. അപ്പോഴേക്കും നമ്മുടെ തിയറി കഴിയും എന്നൊരു പ്രതീക്ഷ. സോ നമ്മള് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിരുന്നു. ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് തിരിച്ച ആ 5 ഏരിയയിലെ പ്രാക്ടിക്കൽ സെഷനാണ് നിങ്ങൾ മോഡ്യൂൾ 3 ചെയ്യുന്നത്. അപ്പൊ ഈ പ്രാക്ടിക്കൽ സെഷൻ ക്ലാസ്സിൽ എടുക്കുന്നതിനൊപ്പം തന്നെ ആ മോഡ്യൂൾ 3 കുറേ വായിക്കാനുണ്ട്. വായിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻസ്, പല ആക്ടിവിറ്റീസും ഏജിന് അനുസരിച്ച് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ നമ്മൾ കുട്ടിയായിട്ടുള്ള മനസ്സായിട്ട് നിന്നിട്ട് നമുക്ക് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ തൊട്ടടുത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വെക്കേഷനൊക്കെ ആവുകയാണല്ലോ, അവരെ നമുക്ക് മൊബൈലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാതെ അവരെ വിളിച്ചിരുത്തിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന പേജ് തന്നെയാണോ നമുക്കായിരിക്കുന്നത്? ആണോ? യെസ് മാം, അതാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി. ഡെവലപ്പിംഗ് ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അത് യെസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു തോന്നുന്നല്ലേ? അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മള് വീട്ടില് ഫർണിച്ചറൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള സാധനങ്ങൾ, ഇന്റീരിയർ ഒക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ഇട്ട കട്ടിൽ ഇങ്ങനെ തിരിച്ചിട്ടാൽ നന്നായിരിക്കും, അലമാരി ഇങ്ങോട്ട് തിരിച്ചു വെച്ചാൽ നന്നായിരിക്കും, ഡൈനിങ് ടേബിൾ ഇങ്ങനെ ഇട്ടാൽ നന്നായിരിക്കും, അങ്ങനെയൊക്കെ തോന്നുന്നു. നമ്മൾ ചേഞ്ചസ് വരുത്താറില്ലേ? ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് മാത്രമല്ല, സ്കൂളും ക്ലാസ് റൂമിലും ഒക്കെ ഇതുപോലെ മോഡിഫിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് വരുത്തണം. ഈവൻ ദോ ആ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിന്റെ ഡയറക്ടർ ഒരു രീതിയിലൊക്കെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ സംടൈംസ് ഈ വരുന്ന കുട്ടികൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും അതിൽ തോന്നില്ല. അപ്പൊ അവരുടെ രീതിക്കനുസരിച്ച് അതിനെ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു, അവരെ അതുമായിട്ട് കണക്ട് ചെയ്യിക്കുന്നു, കോണ്ടാക്ട് ചെയ്യുന്നു, ആ ഡെവലപ്പ് ചെയ്യിക്കുന്നു, ആ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യിക്കുന്നു. കോണ്ടാക്ട് ആണ്, കോൺട്രാക്ട് അല്ല കേട്ടോ.
അപ്പൊ അതാണ് ഇത് വരുന്നത്. കുട്ടികൾ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്, അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നണം ആ ഒരു എൻവയോൺമെന്റിൽ. അപ്പൊ അവരുടെ രീതിക്ക് അനുസരിച്ച് മാറ്റുന്നു. നമുക്കറിയാം, നമുക്കൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടായിരിക്കും, കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ഒരു ഓർഡർ ഉണ്ടായിരിക്കും. അങ്ങനെ ഓർഡറിന് ഒരു എക്സാമ്പിൾ ഒക്കെ നമ്മൾ പറഞ്ഞു. ഒരു കുട്ടിയുടെ അമ്മ ജാക്കറ്റ് ഒരു കയ്യിലിട്ടപ്പോഴേക്കും അത് ഭയങ്കര വാശി പിടിച്ചത്. അവരെ സംബന്ധിച്ച് അവർക്കൊരു ഓർഡർ ഉണ്ട്, ഓരോന്നും എന്തിനാന്നുള്ളത് ഒരു ഓർഡർ ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പേജിലെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ആരെങ്കിലും ഒന്ന് വായിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യത്തെ പാരഗ്രാഫിലുള്ളത്. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് വരുന്നത് എങ്ങനെയാണ്, കുട്ടികളെ ഒന്ന് കണക്ട് ചെയ്യിക്കാൻ, ലിങ്ക് ചെയ്യിക്കാനായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് അതിന് എക്സാമ്പിൾ ആയിട്ട് മറിയാം മോണ്ടിസോറി ഒരു ചെറിയൊരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. മാം, ടു എക്സ്പ്ലെയിൻ തൊട്ടാണോ? അതെ, ആ ഒരു പാരഗ്രാഫ്. To explain this, Montessori used the example of teaching the gratitude of music. If the teacher tries to play music morning till night and children are allowed to move about anyhow and everywhere in a disorderly manner, there is a scarcity of contact. To resolve this problem, the muscles which move should move in response to the musical rhythm, thus initiating a psychic bind between the soul of the child and the external reality of this music. The moment the child understands that there exists the connection between the music and his movement, then the point of contact is established. So if the music changes its contents, the child becomes aware of it and changes his movements accordingly, and he is on the road to perfect himself. This reality may be either material or spiritual, but movement must always escort the child at any rate. Yes. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് മോണ്ടിസോറി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്, മോർണിംഗ് വന്നിട്ടൊരു ഫെസിലിറ്റേറ്റർ മ്യൂസിക് ഇടുവാണ്. മ്യൂസിക് ഇട്ടിട്ട് കുട്ടികളെ അങ്ങ് ഫ്രീ ആക്കി എന്ത് വേണമെങ്കിലും ചെയ്യാൻ, വൈകുന്നേരം വരെ അങ്ങനെ ചെയ്യാനായിട്ട് സമ്മതിക്കുവാണ്, പെർമിറ്റ് ചെയ്യാൻ. പക്ഷെ അവരൊരു ഡിസോർഡർലി, ഇപ്പൊ ഒരു 20 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, അവിടെ പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. പക്ഷെ മ്യൂസിക്കിന്റെ റിഥം, ആ ടോണിനനുസരിച്ച് അവരവരുടെ മസിൽസ് മൂവ് ചെയ്യുവാണെങ്കിൽ അവർ എൻജോയ് ചെയ്യും, അവരുടെ മസിൽസും ഡെവലപ്പ് ചെയ്യും. കുട്ടികൾ ഒരുമാതിരി ലേസി ആയിട്ട് ചിലർ അങ്ങോട്ട് പോകും, ചിലർ ഇങ്ങോട്ട് പോകും. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിഥം വരും, ആ റിഥത്തിനനുസരിച്ച് ഇവരുടെ ബോഡി മൂവ് ചെയ്യും, മസിൽസ് മൂവ് ചെയ്യും. അപ്പൊ അതാണ് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ജനറേറ്റ് ചെയ്യുന്നതിൽ മ്യൂസിക് വെച്ച് മറിയാം മോണ്ടിസോറി ചെയ്ത ഒരു കാര്യം. കേഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ്, മ്യൂസിക്കിലെ ബീറ്റ് ഉണ്ടല്ലോ, ആ ഒരു റിഥം, ആ ഒരു റിഥത്തിന്റെ ഓരോ ബീറ്റ് വരുമ്പോ, ഇപ്പൊ ഹൈ പിച്ചിൽ പോകുമ്പോ ഇങ്ങനെ പോകുമ്പോ അങ്ങനെ അതിനനുസരിച്ച് ഇവര് ബോഡി മൂവ്മെന്റ്സ് ഇവരാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അവർ ചെയ്യുന്നത് കാണാൻ നമുക്കൊരു പ്രത്യേക രസമാണ് അല്ലെ. അവർ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ച് മ്യൂസിക് ഒക്കെ ശ്രദ്ധിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കണ പോലെ തന്നെ അവർ ബോഡി മൂവ് ചെയ്യിക്കും. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് പലപ്പോഴും ആ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. ആനുവൽ ഡേ ഒക്കെ കഴിഞ്ഞു പോയതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് അവർക്ക് അവരെന്ത് വേണമെങ്കിലും ഒന്നും ഗൈഡ് ചെയ്യാതെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ മ്യൂസിക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലര് ചിലപ്പം ആ ഋതത്തിനനുസരിച്ച് മൂവി ആയിരിക്കും, ചിലര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അപ്പൊ അവിടെ ഒരു കണക്ഷൻ ഈവൻ കുട്ടികളും തമ്മിൽ വരില്ല, മ്യൂസിക്കുമായിട്ടും അവരുടെ മസിൽസിന്റെ മൂവ്മെന്റിന് ഒരു കണക്ഷൻ വരുന്നില്ല. അതേസമയം ഋതത്തിനനുസരിച്ച് അവരോട് കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ അവരുടെ സൈക്കിക് പാറ്റേണിൽ തന്നെ വ്യത്യാസം വരും. അവർ പെട്ടെന്ന് തന്നെ മ്യൂസിക്കിനെ ക്യാച്ച് ചെയ്ത് അവർ ആ മ്യൂസിക്കിനനുസരിച്ച് അവർ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈവൻ കുഞ്ഞു കുട്ടികളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മ്യൂസിക് പോലെ കാണുമ്പോൾ അവർ അതിനനുസരിച്ച് ബോഡി മൂവ് ചെയ്യണമാണ് അല്ലെ. ചില സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാനായിട്ട് പറ്റും. അപ്പൊ മ്യൂസിക്കും മൂവ്മെന്റുമായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ജനറേറ്റ് ചെയ്യിക്കുന്നു. അതാണ് ആ ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ടിന്റെ ഡെവലപ്മെന്റ് പറയുന്നത്. അപ്പം കുട്ടിക്ക് ബോഡിയുടെ മൂവ്മെന്റ്സിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടും. അപ്പൊ ഓരോ ഋതത്തിനനുസരിച്ച് അവൻ ബോഡി മൂവ്മെന്റ്സും കോർഡിനേഷനും മാറ്റിക്കൊണ്ടേയിരിക്കും അക്കോർഡിംഗ് ടു ദ മ്യൂസിക്. നെക്സ്റ്റ് പാരഗ്രാഫ് വലുതാണ്, എന്നാലും അതൊന്ന് വായിക്കാൻ. ഞാൻ വായിക്കാം.
To understand how the point of contact help development, let's look at an example. In their presentation of the sensorial materials, children are given new sounds, new shape, etc. The main purpose of it is not just being new sounds, new shape, but bearing order into this new impression. The difficulty or the error that the child to discover and understand must be detached in a single bit of material. For example, the long rods will present to the child only an alteration in length and not in color and design. Such isolation will help the child focus on the problem more re- readily. readily. It is through this method that it leads the child to be interested in dimension and develop him to look at them in the child to be interested in the world around him. It is important to constantly remember that it is through this point of contact, limited and exactly. But real work helps the child to assemble the mind to wander at large. The point of contact could not be established with an entire class of children at once. It is typically an individual process and cannot be mass produced. It involves individual initiation followed by the free choice of activity. And since it is difficult to bring a class of 35 to be in a state of which they all can and do individual work quietly individually. Montessori said that the directors might deal with the children collectively, like an ordinary teacher as a start. She may tell them a story, play games with them, fixing the attention of the children on her. However, she should not do these things later as points of contact are set up between the individual children and the materials, and the child will tend to turn more and more to the materials and away from the directress. He must increase and I must decrease. ഓക്കെ. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന്റെ ഡെവലപ്മെന്റ് അത് എങ്ങനെയാണെന്ന് അറിയാൻ മോണ്ടിസോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പഠിച്ചു. ട്രഡീഷണൽ മെത്തേഡിൽ ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആണ് വരുന്നത്. മോണ്ടിസോറി മെത്തേഡിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് വരുന്നത്. ഓക്കെ, കാരണം ഓരോ കുട്ടിയുടെ ലേണിംഗ് കപ്പാസിറ്റി അത് ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് അവരെ ഒരു കാര്യം മനസ്സിലാക്കിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ കുട്ടിയും അവരുടെ പേസ്, അവരുടെ സ്പീഡ്, അവരുടെ റേറ്റിനനുസരിച്ച് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും. അതുകൊണ്ട് അതാണ് ഈ ട്രഡീഷണൽ മെത്തേഡും മോണ്ടിസോറി മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ്. ബട്ട് ഇനീഷ്യലി തുടങ്ങുമ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ ടീച്ചർ ചെയ്യിക്കുന്ന പോലെ തന്നെ ഗ്രൂപ്പിനെ ആയിരിക്കണം മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഹാൻഡിൽ ചെയ്യേണ്ടത്. ലൈക്ക് അവരോട് പാട്ട് പാടുക, ഗെയിംസ് കളിക്കുക, എല്ലാം ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഗ്രൂപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, അവരുടെ അറ്റൻഷൻ കിട്ടാനായിട്ട് തുടങ്ങുമ്പോൾ പതുക്കെ റിലീസ് ചെയ്യണം. കുട്ടികളെ ഇൻഡിവിജ്വൽ ആക്കണം. പിന്നെ അവരെ ഇൻഡിവിജ്വലി മെറ്റീരിയൽസ് എടുത്തിട്ട് ഇത് ചെയ്യണം. ആദ്യം ഫെസിലിറ്റേറ്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഫെസിലിറ്റേറ്റർ കൊടുക്കുന്ന ഗൈഡൻസ് അതെല്ലാം ഇവർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മെറ്റീരിയലിന്റെ ഡെമോ കാണിക്കുമ്പോൾ ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് കുട്ടിയുടെ ഉള്ളിലേക്ക് വരണം. ആ ഒരു ഗൈഡൻസും ഡെമോയും ഫെസിലിറ്റേറ്റർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് പതുക്കെ അവർ ആ സീനിൽ നിന്നും മാറുവാണ്. അതായത് പറയുന്നത് കുട്ടികൾ അവിടെ പ്രോഗ്രസ് ചെയ്തു വരണം, അവര് ഇൻക്രീസ് ചെയ്തു വരണം. ഐ മസ്റ്റ് ഡിക്രീസ്, അതായത് ഞാൻ ഫെസിലിറ്റേറ്റർ മാറി മാറി വരണം. സെയിം മെത്തേഡാണ് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിലും. നിങ്ങൾ ചെയ്യണം. ഐ ഹാവ് നത്തിങ് ടു ഡു. ഞാനൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കും, നിങ്ങളാണ് ചെയ്യേണ്ടത്. അത് പ്രാക്ടിക്കൽസ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അസൈൻമെന്റ്, എനിക്ക് ആദ്യമൊക്കെ അസൈൻമെന്റ് ഒക്കെ കുട്ടികൾ എഴുതിയിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്താൽ മതിയോ, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കൺസേൺസ് ഒക്കെ വന്നിരുന്നു.
ചില നമ്മൾ കൊടുക്കുന്ന അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തെറ്റ ശരി എന്നുള്ളതല്ല അതിന്റെ റിസൾട്ടില്. ഹൗ ദ ട്രെയിനി ഡു ഇറ്റ്. ഒരു ട്രെയിനി എങ്ങനെയാണ് അസൈൻമെന്റിനെ നോക്കിക്കാണുന്നത്, എങ്ങനെ അവർ ചെയ്യുന്നു, അതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. അല്ലാണ്ട് അതിനകത്ത് റൈറ്റ് റോങ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. whatever she is doing, it's according to her point of view. ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇരുന്നുകൊണ്ടാണ് എഴുതുന്നത്, അതല്ലെങ്കിൽ ചെയ്യുന്നത്. അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ ഒരാൾ പറഞ്ഞു തന്നെ ഇതുപോലെ ചെയ്യണം, ഇത് മിസ്റ്റേക്ക് ആണ്, ഇത് കളയണം, അങ്ങനെയാണ്. ഇറ്റ്സ് വാട്ട് എവർ യു ആർ ഡൂയിങ്. അത് റെക്കോർഡ് ബുക്കിൽ ഒരു സ്റ്റോറി നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്, പിക്ചോറിയൽ സ്റ്റോറി. അതിൽ പിക്ചേഴ്സ് ആയിരിക്കണം കൂടുതൽ സെന്റൻസിനേക്കാളും എന്നുള്ള രീതിയിൽ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആ സ്റ്റോറി എഴുതാം. അതായത് വലിയ വലിയ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ആ പിക്ചറിന്റെ താഴെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ എഴുതാം. അത് കൂടാതെ വേറെ രീതിയിൽ എഴുതാം. ഇപ്പൊ ക്യാറ്റും റാറ്റും ഒക്കെ ക്യാരക്ടറായിട്ട് വരുന്ന പിക്ചർ ആണെങ്കിൽ ക്യാറ്റ് എന്ന് എഴുതേണ്ട ഭാഗത്ത് ക്യാറ്റിന്റെ പിക്ചർ ഒട്ടിക്കാം. ആ രീതിയിൽ എഴുതാം. അങ്ങനെ പല രീതിയിലും എഴുതാം അല്ലെ. ഒരു പിക്ചോറിയൽ സ്റ്റോറി പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ എഴുതാം. ഓക്കെ, ദാറ്റ്സ് അപ് ടു യു. ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ഇനീഷ്യലി ഒരു സാധാരണ ടീച്ചറെ പോലെ തുടങ്ങണം. പതുക്കെ നമ്മൾ ഫെസിലിറ്റേറ്റർ എന്നുള്ള റോളിലേക്ക് മാറണം എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു നമ്പർ നോട്ട്സ് നിങ്ങളെ കാണിക്കൂ കേട്ടോ. അതായത് കുട്ടികൾക്ക് നമ്പർ മനസ്സിലാക്കാനായിട്ട്, ആ നമ്പർ മനസ്സിലാക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ സൈസ് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലൂ റെഡ് കളറിലുള്ള റോഡാണുള്ളത്. ഇപ്പൊ ബ്ലൂ കളറിലും 1 എന്ന് പറയുമ്പോൾ ഒരു റോഡ് വെക്കും, അത് റെഡ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിയുമ്പോൾ 2 എന്ന് പറയുമ്പോഴേക്കും അടുത്ത ബ്ലൂ റോഡ് അതിന്റെ കൂടെ വെക്കും. അപ്പൊ അങ്ങനെ കുട്ടി 1, 2, 3 ഓഡ് ഈവൻ എന്നുള്ള ഓപ്ഷൻ മനസ്സിലാക്കുക. കളർ ഡിഫറൻസിനനുസരിച്ച് ഓഡ് നമ്പറും ഈവൻ നമ്പറും ആയിട്ട് മാറുന്നത്. അങ്ങനെ പല കാര്യങ്ങളും ആ നമ്പർ റോഡ്സിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിൽ ആ ഒരു സിംഗിൾ ബിറ്റ് മെറ്റീരിയൽ നിന്നാണ് കുട്ടി എല്ലാം മനസ്സിലാക്കുന്നത്. ഈ ലോങ് റോഡ്സ് അത് തന്നെ, ഈ നമ്പർ റോഡ്സ് തന്നെ നമുക്ക് ലാർജ് നമ്പർ റോഡ്സും ഉണ്ട്, സ്മോൾ നമ്പർ റോഡ്സും ഉണ്ട്. റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ചെറിയ ചെറിയ പീസസ്, നീളത്തിലുള്ള പീസസ്, നമ്മളുടെ എന്താ പറയാ ഈ ചോക്ലേറ്റ്സ്, അതായത് കിറ്റ്കാറ്റ് ഒക്കെ ഇരിക്കുന്ന പോലത്തെ, അങ്ങനെ കുറച്ചുകൂടെ വലുതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ബ്ലൂ കളറിലും റെഡ് കളറിലും നമ്പർ റോഡ്സ് തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷനിൽ അത് മിസ്മാര് കാണിച്ചു തരും മാത്തമാറ്റിക്കൽ ഏരിയയില്. അപ്പൊ ഈ നമ്പർ റോഡ്സില് സ്മോൾ വണ്ണും ഉണ്ട്, ലാർജ് വണ്ണും ഉണ്ട്. ലാർജ് എന്ന് പറയുമ്പോൾ 1നെ റെപ്രസെന്റ് ചെയ്യുന്നതിന് നീളം കൂടുതലായിരിക്കും. ആ സെയിം തന്നെ സ്മോളിൽ വരുമ്പോൾ 1നെ റെപ്രസെന്റ് ചെയ്യുന്ന നീളം കുറവായിരിക്കും. അവിടെ കുട്ടികൾക്ക് നമ്പർ കൗണ്ടിങ് എന്നുള്ള ഓപ്ഷൻ അല്ലാതെ ലാർജ് സ്മോൾ എന്നുള്ള സൈസിനെ കുറിച്ചുള്ള ഐഡിയയും കിട്ടും. അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് കുട്ടി കോണ്ടാക്റ്റഡ് ആകുക. സൈസ് മനസ്സിലാക്കുന്നു, കൗണ്ടിങ് മനസ്സിലാക്കുന്നു, കളർ മനസ്സിലാക്കുന്നു, റെഡ് ബ്ലൂ എന്നുള്ള കളർ മനസ്സിലാക്കുന്നു, ഈവൻ നമ്പർ ഓഡ് നമ്പർ മനസ്സിലാക്കുന്നു, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ മനസ്സിലാക്കുന്നു. നമ്പർ കൂടുമ്പോൾ റോഡിന്റെ ലെങ്ത് കൂടുന്നു എന്ന് മനസ്സിലാവുന്നു. നമ്പർ കുറഞ്ഞു വരുമ്പോൾ റോഡിന്റെ ലെങ്ത് കുറയുന്നു. അപ്പൊ ഡിക്രീസ് ഇൻക്രീസ് ആ എല്ലാ കൺസെപ്റ്റും വരുവാണ്. അപ്പൊ ഒരു മെറ്റീരിയലിൽ നിന്ന് തന്നെ പല കൺസെപ്റ്റിലേക്കുള്ള ലിങ്ക്, കണക്ഷൻ, പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആ കുട്ടിയിൽ ഡെവലപ്പ് ആവുകയാണ്. അതാണ് മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഒരു പെക്യൂലിയാരിറ്റി, പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതേസമയം നമ്മളൊരു കുഞ്ഞിന് ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കുവാണ്. അവിടെ വെച്ച് ലിമിറ്റഡ് ആണ് അവന്റെ പല കാര്യങ്ങളും. ആ ചിലപ്പോൾ കളർഫുൾ ആയിരിക്കാം ആ ടോയ്. അതാണ് കുട്ടികളെ പലപ്പോഴും ഒരു ടോയ്സ് കിട്ടിയത് അല്പനേരം കഴിയുമ്പോൾ അവർക്ക് പിന്നെ അത് വേണ്ട. അതേസമയം മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും ഈ മെറ്റീരിയലുമായിട്ട്. നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് ഞാൻ പറയാണ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സും ഫോം ഷീറ്റ് വെച്ചിട്ട് ലെറ്റേഴ്സും നമ്പേഴ്സും ലെറ്റേഴ്സും ചെയ്തിരുന്നു. എല്ലാരും ചോദിക്കും, സാൻഡ് പേപ്പറിന്റെ കാര്യം പറയുമ്പോൾ അത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ, ഫോം ഷീറ്റ് ആണെങ്കിൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ്, അതുമല്ല ഫോം ഷീറ്റ് കാണാൻ അട്രാക്റ്റീവ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഒരു ടീച്ചിങ് പ്രാക്ടീസിൽ ചെന്നപ്പോൾ ലൈവായിട്ട് കണ്ട അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഫോം ഷീറ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. സാൻഡ് പേപ്പർ വെച്ചപ്പോൾ അതിന്റെ ആ ഫോം ഷീറ്റിലൂടെ ഇങ്ങനെ വിരലൊക്കെ ഓടിച്ചു, അത്ര വലിയ താല്പര്യം തോന്നില്ല. പക്ഷെ സാൻഡ് പേപ്പറിലൂടെ ചെയ്തപ്പോൾ ആ കുട്ടി അത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി, പല തവണ ചെയ്തു.
ബ്രെയിനിലേക്ക് സിഗ്നൽ പോവുക. ആ റഫ്നെസ്സിലൂടെ ഇങ്ങനെ കൈ ഓടിച്ചപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അങ്ങനെ തന്നെ ആ ലെറ്ററിന്റെ ഷേപ്പും അവരുടെ ഇംപ്രഷനായിട്ട് അവരുടെ ബ്രെയിനിലേക്ക് പോകും. അങ്ങനെ അവരത് ബുക്കിൽ എഴുതാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും നമുക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ്, കാരണം നമുക്ക് എല്ലാം ഒന്നും വാങ്ങാൻ പറ്റില്ല, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതേസമയം നമുക്ക് വളരെ ലോ കോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. നമ്മളുടെ ടീച്ചിങ് പ്രാക്ടീസിൽ പോയ പലർക്കും അത് വളരെ യൂസ്ഫുൾ ആയി. കുട്ടികൾ പെട്ടെന്ന് അക്ഷരം പഠിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പോലെ മോഡിഫൈ ചെയ്യുന്ന നമ്മൾ പറഞ്ഞല്ലോ മോണ്ടിസോറി മെറ്റീരിയൽ. അപ്പൊ ഇത് ആദ്യമൊന്നും എനിക്ക് ഓർമ്മ വന്നില്ല. ഇതിങ്ങനെ സാൻഡ് പേപ്പറിന്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ കൂടി വന്നപ്പോഴാണ് നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്കും വേണമെങ്കിൽ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ടച്ച് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മോണ്ടിസോറി മെറ്റീരിയൽ ഉണ്ട്. അതായത് പല റഫ്നെസ് വരുന്ന പല ടെക്സ്ചറിൽ റഫ്നെസിന്റെ പല ടെക്സ്ചർ വരുന്ന ബോർഡുകളാണ്. അതിൽ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട്, അതായത് ആ ബോർഡിൽ ഒരു ഫേസ് ആ സാൻഡ് പേപ്പർ ആണ് വരുന്നത്. നമുക്കും വേണമെങ്കിൽ അതുപോലെ ബോർഡ് ഉണ്ടാക്കാം. ഈ വാങ്ങുന്നതിന് നല്ല കോസ്റ്റ്ലി ആണ്. നമുക്ക് സാൻഡ് പേപ്പർ ഒരെണ്ണം വാങ്ങിക്കുക. നമുക്ക് A4 സൈസിലാണ് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു 4 or 5 ഗ്രേഡ് ഉണ്ടാവും ഷോപ്പില്. അതായത് പല റഫ്നെസ് ആണ്, ഓരോ ഗ്രേഡും ഓരോ റഫ്നെസ് ആണ്. അത് വാങ്ങിച്ചിട്ട് ഒരു A4 ഷീറ്റിനെ ഈക്വൽ 4 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണത്തിൽ നിന്ന് 4 പീസ് കിട്ടും. അതുപോലെ 4 ടെക്സ്ചറിലുള്ള A4 ഷീറ്റ് കിട്ടുക 20 രൂപയാന്ന് തോന്നുന്നു ഒരു A4ന്. 4 ടെക്സ്ചറിൽ വരുന്ന A4 ഷീറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് 16 പീസസ് കിട്ടും. ഓരോ ഷീറ്റിൽ നിന്നും 4 എണ്ണം വീതം, ഒരേ ബോർഡിൽ 4 എണ്ണം. ഇത് നമുക്ക് ഏതെങ്കിലും നമുക്ക് വീട്ടിലെന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കാർഡ് ബോർഡുകൾ ഉണ്ടല്ലോ, അതിൽ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം. കറക്റ്റ് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു സൈസിൽ തന്നെ കാർഡ് ബോർഡും വരണം. അപ്പൊ നമുക്ക് 16 സാൻഡ് പേപ്പർ ബോർഡുകൾ കിട്ടും. ഈ 16ല് ഒരേപോലുള്ള 4 ഗ്രേഡിന്റെ നിങ്ങൾ വാങ്ങിയെങ്കിലാണ് 16 കേട്ടോ. ഒരേപോലുള്ള 4 എണ്ണം ഉണ്ടാവും. അപ്പൊ നമുക്ക് കുട്ടികളെ ഇത് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഒരേപോലത്തെ ടെക്സ്ചർ വരുന്നതിന് ഒരു സെറ്റ്, ആ 4 എണ്ണത്തിന്റെ ഒരു സെറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യിപ്പിക്കാം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? പറയാം. എന്താ ചോദിച്ചേ? ഒന്നുകൂടി പറയൂ. പറയാം. വേറെ എന്തോ അതിന്റെ ഇടയ്ക്ക് എന്തോ ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, നമുക്ക് സാൻഡ് പേപ്പർ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് കിട്ടും. പെയിന്റ് ഒക്കെ അങ്ങനത്തെ കടകളിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഹാർഡ്വെയർ ഷോപ്പിൽ സാൻഡ് പേപ്പർ ഡിഫറെന്റ് ഗ്രേഡിലുള്ളത് ഉണ്ടാവും. നമ്പർ വെച്ചിട്ട് അതിന്റെ ഗ്രേഡിങ് പറയണേ. 80, 100, 50 എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഗ്രേഡ്. ഓരോ ഗ്രേഡിലുള്ളത് ഓരോന്ന് വാങ്ങുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് A4 സൈസിലായിരിക്കും. അവരിങ്ങനെ ചില ഷോപ്പുകളിലൊക്കെ A4 സൈസിൽ കട്ട് ചെയ്തിട്ട് ചുരുട്ടി വെച്ചിട്ടുണ്ടാവുന്നതാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത്. അപ്പൊ അതിങ്ങനെ പല ഗ്രേഡിൽ നമുക്ക് വാങ്ങാം. ഫോർ എക്സാമ്പിൾ നമ്മൾ 4 ഗ്രേഡിൽ 4 A4 ഷീറ്റ് വാങ്ങിയെന്ന് വിചാരിച്ചു. ഓരോ A4 ഷീറ്റിനെ ഈക്വൽ 4 ആയിട്ട് കട്ട് ചെയ്യും. 4 ആയിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടണം. പല പല സൈസ് കിട്ടിയിട്ട് കാര്യമില്ല. ഇങ്ങനെ A4 പേപ്പർ വെക്കുക. ഇങ്ങനെ ഇപ്പൊ A4 ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നീളത്തിൽ 2 പീസ് കിട്ടുമല്ലോ. പിന്നെ അതിനെ 2 ആക്കാം. അപ്പൊ നമുക്ക് ഏകദേശം നമുക്ക് ഈ ഒരു സൈസിലുള്ള 4 സാൻഡ് പേപ്പർ പീസസ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഗ്രേഡിന്റെ ഷീറ്റിൽ നിന്ന് ഒരേപോലത്തെ 4 പീസസ് കിട്ടുന്നു, ഒരേ സൈസിലുള്ളത്. ഈ 4 പീസസിനെ നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസസ് ഉണ്ടെങ്കിൽ ഇതേ സൈസിൽ തന്നെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് അതിലൊട്ടിച്ച് നമുക്ക് വയ്ക്കാം. നമുക്ക് 4 ബോർഡായി. ടച്ച് ബോർഡ് ഒരേ ടെക്സ്ചറിലുള്ളത്. അതുപോലെയുള്ള പല ഗ്രേഡ് ഷീറ്റുകൾ ഇതുപോലെ A4 സൈസിൽ കിട്ടില്ലേ? എല്ലാത്തിൽ നിന്നും നമുക്ക് 4 എണ്ണം വീതം കിട്ടില്ലേ? ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുഞ്ഞിന്റെ മുമ്പിൽ കൊടുത്തിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് ഒരേ ടെക്സ്ചറിലുള്ള ബോർഡുകൾ സെറ്റാക്കി വെക്കാൻ പറയും. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. ഇതാണ് അപ്പം പോയിന്റ് ഓഫ് കോണ്ടാക്ട് നമ്മൾ പറഞ്ഞത് ഇതാണ്. കുട്ടികൾ എങ്ങനെയാണ് ഒരു മെറ്റീരിയൽ നിന്നും
പല കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുന്നത്. അവരുടെ ഡെവലപ്മെന്റ് ഓഫ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്പർ റൂട്ട്സ് വെച്ച് പറഞ്ഞത്. നമ്പർ റൂട്ട്സ് ഇനി ക്ലാസ്സിൽ പ്രാക്ടിക്കൽ സെഷനിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ഓർമ്മ വരും. നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം അതുമായിട്ട്. നമ്പർ റൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസസിലുള്ള റോഡുകളുണ്ട്. ആ റോഡ് റെഡ് കളറിലും ബ്ലൂ കളറിലും ഉണ്ട്. അപ്പൊ 1 എന്ന് പറയുമ്പോൾ ഒരു റോഡ് വെക്കും, 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോഡ് വെക്കും. അപ്പൊ 1 റെഡ് ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ 2 ബ്ലൂ ആയിരിക്കും. അപ്പൊ കുട്ടി 2 കളർ മനസ്സിലാക്കുന്നു. ആൻഡ് ഓഡ് ഈവൻ കൺസെപ്റ്റ്. ഓഡ് വരുമ്പോൾ റെഡ് കളർ ആണ് വരുന്നതെങ്കിൽ ഈവൻ വരുമ്പോൾ ബ്ലൂ കളർ ആയിരിക്കും. എനിക്ക് ആ ഓർഡർ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അത് കഴിഞ്ഞ് ഈ നമ്പർ റൂട്ട്സ് തന്നെ വലുപ്പം ഉള്ളതും ഉണ്ട്, ലാർജും ഉണ്ട്, സ്മോളും ഉണ്ട്. അപ്പൊ ലാർജ് സ്മോൾ എന്ന് പറഞ്ഞ സൈസിന്റെ കൺസെപ്റ്റ് കിട്ടുന്നു, കൗണ്ടിങ് കിട്ടുന്നു, പിന്നെ ഈവൻ നമ്പർ ഓഡ് നമ്പർ കിട്ടുന്നു, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ കിട്ടുന്നു. പിന്നെ നമ്പർ കൂടുമ്പോൾ റോഡിന്റെ നമ്പർ കൂടി വരുന്നു. നമ്പർ കുറയുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ റോഡിന്റെ എണ്ണം കുറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒറ്റ മെറ്റീരിയലിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇനീഷ്യലി ഒരു ട്രഡീഷണൽ ടീച്ചറെ പോലെ ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റി ചെയ്ത് കുട്ടികളെ ഒന്ന് നമ്മള് പറയാറില്ലേ, ഈ ഒരു ക്ലാസ്സസ് ഒക്കെ വയ്ക്കുമ്പോഴേക്കും ഐസ് ബ്രേക്കിംഗ് സെഷൻ പറയാറുണ്ടല്ലോ. തുടക്കത്തിൽ പിള്ളേരെ എല്ലാം കൂടെ ഒന്ന് മേർജ് ആക്കാനായിട്ട്. ഞങ്ങളൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഫുൾ ഡേ ക്ലാസ് ആണെങ്കിൽ അവർക്കും നമ്മള് പരിചയമില്ല, നമ്മളും അവരെ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ ഈ നോർമലി പരിചയപ്പെടുന്ന ആ ഒരു ചടങ്ങ് ഭയങ്കര ബോറിംഗ് അല്ലേ, പേര് ചോദിച്ച് പരിചയപ്പെടാറുള്ളത്. അതിന് പകരം ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ വെക്കും. ഒരു 10-15-20 മിനിറ്റ്സ് ഒക്കെ വരുന്ന ഐസ് ബ്രേക്കിംഗ് സെഷൻ കുട്ടികളെ ഒന്ന് ആക്റ്റീവ് ആക്കുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനാണ്. അതങ്ങ് കഴിയുമ്പോഴേക്കും പിള്ളേര് തമ്മിൽ ഭയങ്കര കണക്ഷൻ ആവും, പിള്ളേരും വന്നിരിക്കുന്ന ട്രെയിനറുമായിട്ട് ഭയങ്കര കണക്ഷൻ ആവും. പിന്നെ പതുക്കെ പേരൊക്കെ ചോദിച്ച് അങ്ങനെ പരിചയപ്പെട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ആദ്യം നമ്മളുടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യുന്നത്. കുട്ടികളെല്ലാരും ഒന്ന് കയ്യിലെടുക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ, അതങ്ങ് ചെയ്തിട്ട് പിന്നെ പതുക്കെ സീനിയിൽ അങ്ങ് മാറുക, ഒരു തന്നെത്താനെ മെറ്റീരിയൽസ് എല്ലാം എടുത്ത് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഓൾറെഡി നമ്മൾ അവരുടെ ക്വാളിറ്റീസ് പറഞ്ഞു, അവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ റോൾ, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. വീണ്ടും എഗെയിൻ അപ്പൊ ആലോചിക്കും ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഇമ്പോർട്ടൻസ്. ഈ ഒരൊറ്റ യൂണിറ്റിൽ തന്നെ ഇവരെ പലയിടത്തും പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കംസ് മോണ്ടിസോറി ടീച്ചർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇത് 11 സൈക്കിൾസ് കാണാം. ഈ 11 പോയിന്റ്സ് ഉണ്ട്. 11 പോയിന്റ്സ് ഒന്ന് 11 നമുക്കൊരു 6 ആദ്യത്തെ 6 ആരെങ്കിലും ഒരാള് റീഡ് ചെയ്യൂ, ബാക്കി അടുത്ത ആള്, അങ്ങനെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ പ്ലീസ്. The Montessori teacher roles and responsibilities. List of the elements that is to be observed in the special role of the Montessori teachers. First one, the Montessori teacher is the dynamic link between the child and the prepared environment. She is the systematic observer of the child and an interpreter of his needs. She is an experimenter, tailoring the environment to meet his perceptions of the child's needs and interests, and objectively noting the result. The Montessori teacher is programmer, preparing the environment and keeping it in perfect condition, adding to it and removing materials as needed. She is an evaluator, judging the effectiveness of her own work and the environment every day. She must also evaluate the progress of each child. She is a respecter and a protector of the child. She must know when to step in and set limits of lending a helping hand, and when it is in the child's best interest to step back and not interfere. അപ്പോ മോണ്ടിസോറി ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളും ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റുമായിട്ടുള്ള ഒരു ലിങ്ക് ആണ്, ആ ഒരു കണക്ഷൻ പോസിബിൾ ആക്കുന്നു. നമ്മൾ പ്രീവിയസില് ലാസ്റ്റ് ആ പാരഗ്രാഫ് അവസാനിക്കുന്ന അങ്ങനെയാണ്. അവരൊരു സാധാരണ ടീച്ചറെ പോലെ വന്ന് ഈ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് കുട്ടികളെ ഫ്രീ ആക്കി വിടും.
അവിടെ കുട്ടികൾ പിന്നെ പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങുന്നു, ഇവര് ഒബ്സർവർ ആയിട്ട് മാറുന്നു. അപ്പൊ ആ ഒരു ലിങ്ക് ചെയ്യുന്നത് അവരാണ്. അവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒബ്സർവ് ചെയ്യണം. ചുമ്മാ ഇങ്ങനെ പോയി നോക്കി നിൽക്കുകയല്ല. അവരുടെ ഒബ്സർവേഷൻ തന്നെ സയന്റിഫിക് ആയിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം. പിന്നെ ആ കുട്ടിയുടെ നീഡ്, ഇപ്പൊ നമ്മൾക്ക് ചിലരെ ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാം അവരെന്താണ് അടുത്തത് അവര് ആഗ്രഹിക്കുന്നുള്ളത്. നമ്മളുടെ വീട്ടിൽ തന്നെ ആര് തന്നെയായാലും, ഇപ്പം വീട്ടിൽ നമ്മളുടെ പാരന്റ്സോ ഇൻലോസോ ഓവർ ഇറ്റ് ഈസ് ഫ്രണ്ടിലിരിക്കുന്നു, അവർ പത്രം വായിക്കുന്നു, അവർക്കൊരു ചായ വേണമെന്നോ അല്ലെങ്കിൽ വെള്ളം വേണമെന്നോ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു നോൺ വെർബൽ ക്യൂസ് അവർ പറയാതെ തന്നെ അവരുടെ ഫേസിൽ നിന്ന് അവർ എക്സ്പ്രഷൻ മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ വേഗം കൊണ്ടുപോയി കൊടുക്കുമ്പോഴേക്കും അവർ പറയുമല്ലോ, ഓ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാറില്ലേ നമ്മുടെ വീട്ടിലുള്ള പലരുമായിട്ടും? അതുപോലെ തന്നെ, അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ടിരിക്കുമ്പോൾ അത് അറിഞ്ഞൊരാൾ കൊണ്ട് തരുമ്പോൾ നമ്മൾ പറയില്ലേ, ആ ഞാനൊന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതുപോലെ തന്നെയാണ് കുട്ടിയുടെ നീഡ്സ് അനുസരിച്ച് അതിനപ്പം തന്നെ അവർ ഇന്റർപ്രറ്റ് ചെയ്ത് വേണ്ടത് ചെയ്തു കൊടുക്കും. ആ എൻവയോൺമെന്റിന്റെ ഒരു എക്സ്പെരിമെന്റർ ആണ് അവർ. അതായത് മാറ്റിക്കൊണ്ടിരിക്കുവാണല്ലോ, മോഡിഫൈ ചെയ്യുവാണ് കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച്. ടൈലറിങ്, അതായത് ഒരു ടൈലർ എന്താ ചെയ്യുന്നത്, മെന്റ് ചെയ്യുന്നു അല്ലെ, പലതും അവിടെ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആക്കുന്നു. എന്തെങ്കിലും കുഴപ്പം പിടിച്ച ഭാഗങ്ങളൊക്കെ ഉണ്ട്, തുന്നല് വെട്ടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ടൈലറിങ്, ആ എൻവയോൺമെന്റ് ടൈലർ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഇപ്പൊ എന്തെല്ലാം റോൾസിലാണ് അവർ വരുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റി കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച്, അവരുടെ വ്യൂ പോയിന്റ് അനുസരിച്ച്, അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ അവർ അതിനെ മാറ്റുന്നു. അപ്പൊ നോക്കൂ എത്രത്തോളം റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് അവരുടെ. റെസ്പോൺസിബിലിറ്റി എന്നുള്ള വാക്കിനേക്കാൾ നമുക്കിവിടെ അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാക്ക് യൂസ് ചെയ്യും. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണോട്, ഒരു കാര്യത്തോട്, ഒരു പർപ്പസിനോടുള്ള റെസ്പോൺസിബിലിറ്റി, അതാണ് അക്കൗണ്ടബിലിറ്റി. കുറച്ചുകൂടെ ഒരു ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്. അവരൊരു പ്രോഗ്രാമർ ആണ്, എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിനെ പെർഫെക്റ്റ് കണ്ടീഷനിൽ കീപ്പ് ചെയ്യുന്നു. അവരെ ഡിസോർഡർ ആയിട്ടോ ഡിസ്റ്റർബിംഗ് ആയിട്ടോ ഡിസ്ട്രോയിങ് ആയിട്ടോ ഒന്നും തന്നെ ആക്കി വെക്കില്ല. പിന്നെ ആവശ്യമുള്ളത് ആഡ് ചെയ്യുന്നു, ആവശ്യമില്ലാത്തതിനെ റിമൂവ് ചെയ്യുന്നു. അതാണ് അവരോട് ചെയ്യുന്നത്. അവരൊരു ഇവാലുവേറ്റർ ആണ്, കുട്ടികളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഷീ ക്യാൻ ഇവാലുവേറ്റ്. അവരുടെ തന്നെ വർക്കിനെയാണ് അവർ ജഡ്ജ് ചെയ്യുന്നത്. ഞാൻ എവിടെയാണ് പെർഫെക്റ്റ് ആവാനുള്ളത്, ഞാൻ ഇനി എങ്ങനെ മാറണം, ഞാൻ എന്ത് ചെയ്യണം. അല്ലാതെ അവർ കുട്ടികളെയോ മറ്റുള്ള സ്റ്റാഫിനെയോ അവർ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. അതാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റഡ്. നിങ്ങളിപ്പോ തന്നെ നമ്മളുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പൊ കുറെ പേരുണ്ട്, ഓരോരുത്തർക്കും യുണീക്ക് ആണ് അല്ലെ, പല നേച്ചർ ആയിരിക്കും. ബട്ട് വി ആർ നോട്ട് ദ വൺ ഹൂ ജഡ്ജ് ദം. അവരെ നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള യാതൊരു റൈറ്റ്സും ഇല്ല. ഞാൻ എവിടെയാണ് സെൽഫ് ജഡ്ജ്മെന്റിലാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആകുന്നത്. ലൈക്ക് ചിലർക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും, അവര് നല്ലതുപോലെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുന്നു, നല്ലതുപോലെ അവർക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു, റെക്കോർഡ്സ് ചെയ്യുന്നു, അസൈൻമെന്റ്സ് ചെയ്യുന്നു. ദാറ്റ്സ് ദെയർ പൊട്ടൻഷ്യൽ. എന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്, അവിടെ ഞാൻ എങ്ങനെ പ്രോഗ്രസ് ആവണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകാൻ നമുക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. അതൊരു ഭയങ്കര ഒരു ക്വാളിറ്റി തന്നെയാണ്, ഒരു വ്യക്തിക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. ഓക്കെ, നമ്മുടെ വർക്കിനെ നമ്മൾ ജഡ്ജ് ചെയ്യണം. ഞാൻ എവിടെയാണ് ശരിയാവുന്നത്, ഞാൻ എവിടെയാണ് പെർഫെക്റ്റ് ആവുന്നത്, എനിക്ക് എവിടെയെങ്കിലും ഫ്ലോസ് ഉണ്ടോ, കുറവുണ്ടോ, അവിടെ ഞാൻ അത് എങ്ങനെ ശരിയാക്കി എടുക്കണം, അത് ആലോചിച്ചുകൊണ്ടിരിക്കുക. മറ്റുള്ളവരുടെ ആലോചിക്കാനായിട്ട് പോരുത്. കുട്ടികളുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം അത് ആവശ്യമാണ്. നമുക്കിവിടെ പ്രോഗ്രസ് റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ആ ഒബ്സർവേഷനിലൂടെയാണ് ഇവരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം ഉണ്ടെങ്കിൽ പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. എൻവയോൺമെന്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അവരൊരു റെസ്പെക്ടർ ആൻഡ് പ്രൊട്ടക്ടർ ഓഫ് ദ ചൈൽഡ്. മുന്നിലിരിക്കുന്ന കുഞ്ഞ് 3 വയസ്സ് 4 വയസ്സാണെങ്കിലും ഓ ചെറുതല്ലേ എന്ന് കരുതിയിട്ട് അതിനെ റെസ്പെക്ട് ചെയ്യണമെന്നല്ല. വി ഹാവ് ടു റെസ്പെക്ട്. അവരൊരു ഇൻഡിവിജ്വൽ ആണ്, അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു റെസ്പെക്ട് ദം. അവരുടെ പ്രൊട്ടക്ടറും ആയിരിക്കണം. കാരണം വെച്ചാൽ കുഞ്ഞും പലതും തന്നെയാണ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയില് ഗ്ലാസ് ജാർ എടുക്കാം, ഗ്ലാസ് ബോട്ടിൽ എടുക്കാം, എന്തും എടുക്കാം. ഓവനിൽ പോയിട്ട് കുക്ക് ചെയ്യുന്നുണ്ടാവും, അതിൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ടാവും. സോ വി ഹാവ് ടു ഒബ്സർവ് ദം വെരി കെയർഫുള്ളി. അപ്പം അതുകൊണ്ട് അവരെ പ്രൊട്ടക്ടറും ആയിരിക്കണം. പിന്നെ എങ്ങനെയാണ് അവർക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് കൊടുക്കേണ്ടത്, പിന്നെ അതിലെ ലിമിറ്റേഷൻസ്, അത് എപ്പോഴും പോയി കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം വെച്ചാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് തടസ്സപ്പെടും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കുട്ടിയുടെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ടു സ്റ്റെപ്പ്. എപ്പ നമ്മൾ പുറകോട്ട് തിരിയണം. കുട്ടി വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കാര്യം ചെയ്യുമായിരിക്കും, അതിന്റെ ഇടയിൽ പോയി നമ്മൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്രയും ആ ഒരു ഇൻട്രസ്റ്റേ പോകും.
സോ അതെല്ലാം അതിനുള്ള ലിമിറ്റ്സ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാളായിരിക്കണം. നമുക്ക് ഇങ്ങനെ വരും, പോയി ചെയ്തു കൊടുക്കാനും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും, ബട്ട് ഹൗ ടു സെറ്റ് ദ ലിമിറ്റ്സ്. നെക്സ്റ്റ് 7 to 11 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു. ഞാൻ വായിക്കാം. The Montessori teacher is a supporter, offering warmth, security, stability, and judgmental acceptance to each child. She is a facilitator of communication among the children and of the child's effort to communicate with her. She must also interrupt the child's progress and her work to parents, the school staff, and the community. Progress and her work to parents, the school staff, and the community. 9. She is a demonstrator, presenting clear, interesting, and relevant lessons to the child. Her role is to അതെന്താ മാം വായിക്കാം? സെഡ്യൂസ്. അതാണ് മീനിങ്. Okay. The child into spontaneous fascination with the materials through her demonstration. The Montessori teacher is a constantly good example of enticing behavior of the children, following the ground rules of the class herself, and exhibiting a sense of calm, consistency, grace, and courtesy, and demonstrating respect for the child. She is an arbitrator, constantly working to teach courteous behavior and conflict resolution. ഓക്കെ, സോ അവര് സപ്പോർട്ടർ ആയിരിക്കണം, വാം, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അത് ഓരോ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ കുട്ടികള് നമ്മളോട് ചിലപ്പോ മിസ് അങ്ങനെയല്ല ഇങ്ങനെയാണ് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ സംസാരിക്കും. വി ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ്. അല്ലാതെ നീ പറഞ്ഞത് തെറ്റാണ്, ഞാനാണ് അങ്ങനെ. വി ഹാവ് ടു ആക്സെപ്റ്റ്. ഓക്കെ, ആ ഒരു രീതിയിൽ ജഡ്ജ്മെന്റൽ ആക്സെപ്റ്റൻസ് ടു ഈച്ച് ചൈൽഡ്. ഒരു ഫെസിലിറ്റേറ്റർ ആണ് കുട്ടികളോട്. കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് ഡെവലപ്പ് ആകുന്നത് ഈ ഒരു ലിങ്ക് കൊണ്ടാണ്. കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഒരു ആക്സെപ്റ്റൻസ് വരുമ്പോഴാണ് ഇവർ ആരുമായിട്ടും സംസാരിക്കുള്ളൂ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രസീവ് ആയിട്ട് നടക്കുള്ളൂ. കുട്ടികളുടെ പ്രോഗ്രസ് മനസ്സിലാക്കണം, അത് പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം, ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റണം. സ്കൂളിലെ മറ്റ് സ്റ്റാഫുകൾ അതുപോലെ തന്നെ ഇപ്പോ ചില മീറ്റിംഗ്സ് ഒക്കെ വയ്ക്കുന്നുണ്ട് ആൻഡ് ടു ദ കമ്മ്യൂണിറ്റി. ഇപ്പൊ കുട്ടികളുടെ കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു സപ്പോർട്ടറാണ് ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. പിന്നെ ഇവരൊരു ഡെമോൺസ്ട്രേറ്റർ ആണ്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് ആണ് ഇവർ കുട്ടികൾക്ക് കാണിക്കുന്നതെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കുട്ടികൾക്ക് തോന്നണം. ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം. കുട്ടികളെ ട്രിഗർ ചെയ്യണം, സെഡ്യൂസ് ചെയ്യണം. അവർക്ക് ആ മെറ്റീരിയൽസുമായിട്ട് നല്ലൊരു ഇഷ്ടം തോന്നാൻ, ഫാസിനേറ്റഡ് ആവാൻ, ഒരു അട്രാക്ഷൻ തോന്നാനായിട്ട് ആ കാണിക്കുന്ന ഡെമോൺസ്ട്രേഷൻ ശരിയായ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് അല്ല നടക്കുകയാണെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കില്ല. ആ രീതിയിൽ അവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ വേണം ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ. ഒരു കൺസിസ്റ്റന്റ്ലി എപ്പോഴും ഒരു അട്രാക്റ്റീവ് ബിഹേവിയർ, എൻറ്റൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ബിഹേവിയർ. കുട്ടികൾക്ക് എപ്പോഴും ഒരു അടുപ്പം, ഒരു അട്രാക്ഷൻ ഈ ഒരു ഫെസിലിറ്റേറ്ററിന് തോന്നും. അപ്പൊ അങ്ങനെ ഒരു ഗുഡ് എക്സാമ്പിൾ ആയിരിക്കണം എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ. പക്ഷെ ആ ഒരു എൻവിയോൺമെന്റിന്റെ എല്ലാ റൂൾസും ഫോളോ ചെയ്ത് തന്നെ ഇത് ചെയ്യണം. പിന്നെ എപ്പോഴും ഒരു കാം, കുട്ടികളോട് ഷൗട്ട് ചെയ്യാതെ കാം ആയിരിക്കണം. പിന്നെ ഒരു കേർട്സി എന്ന് പറഞ്ഞൊരു റെസ്പെക്ട്ഫുൾ, ആ രീതിയിലുള്ള ആക്ട്. കേർട്ടിയസ്, താഴെ ഒരു വാക്കുണ്ടല്ലോ, ആ ഒരു റെസ്പെക്ടിങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആയിരിക്കണം അവരിൽ നിന്ന് വരുന്നത്. നല്ല രീതിയിലായിട്ട് നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അവരൊരു കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം ഓരോ കാര്യങ്ങളും കുട്ടികളുടെ അടുത്ത്. കാരണം ഇപ്പൊ കുട്ടികൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ പോലും അത് നല്ല രീതിയിൽ റെസ്പെക്ട്ഫുൾ ആയിട്ട്, കേർട്ടിയസ് ബിഹേവിയർ, ആ ഒരു രീതിയിൽ തന്നെ റെസ്പെക്ട്ഫുൾ ആയിട്ട് തന്നെ എല്ലാ
കോൺഫ്ലിക്ട്സും ഇവർക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റണം. കുഞ്ഞുങ്ങൾ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും അല്ലെ. വരുന്നതേ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്നതേ കുട്ടികള് നോർമലൈസ്ഡ് കുട്ടികളായിട്ടല്ലല്ലോ വരുന്നേ. ആ എൻവയോൺമെന്റിൽ ഇരുന്ന് പല ദിവസവും അവരിരുന്ന് ആക്ടിവിറ്റീസ് പലതും ചെയ്താണ് ഇവര് നോർമലൈസ്ഡ് എന്നുള്ള ഗ്രൂപ്പിലേക്ക് ആക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് തന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം, പല കോൺഫ്ലിക്ട്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ പല ഡിഫറൻസസ് ഇവർ തമ്മിലുണ്ടാകും. അതെല്ലാം നോക്കിയിട്ട് ഒരു മീഡിയേറ്റർ, അതാണ് ഒരു ആർബിട്രേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു മീഡിയേറ്റർ പോലെ നിന്ന് ഇതൊക്കെ റിസോൾവ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം. ഓക്കെ, സോ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് ലെസൺ ആണ് ഇനി വർക്ക് സൈക്കിൾ. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? ഞാൻ വായിക്കാം. A colleague of Montessori once said that Montessori looked at children much as naturalists would look at bees. Montessori maintained throughout her life that her most important donation was the true discovery of the child. Our aim as a Montessori directors is to improve the whole personality of the child through motor, sensory, and intellectual activity. We want to observe to learn more about the child, about his specific needs and the sensitive periods that the child goes through. This would empower us to help and direct him so that he is able to fulfill his full potential. നെക്സ്റ്റ് പാരഗ്രാഫും കൂടെ വായിച്ചോളൂ. ഞാനത് ഫസ്റ്റ് 2 പാരഗ്രാഫ് ഉണ്ടെന്ന് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. പ്ലീസ്. The directors does not have a need for words of energy or severity, but she must be able to make frugal observations to assist a child by going up to him or withdrawing from him and not interacting with him when we are doing the observation. ഓക്കെ, വർക്ക് സൈക്കിൾ ആൻഡ് പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ. നമ്മൾ ഒബ്സർവർ ആയിരിക്കണം, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ഒബ്സർവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ ഒബ്സർവേഷൻ എങ്ങനെ ചെയ്യും, അതാണ് ഒരു ചലഞ്ച് തന്നെയാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ. അതാണ് അതിലേക്കാണ് വരുന്നത്. മോണ്ടിസോറിയുടെ ഒരു കൊളീഗ് ഒരു പ്രാവശ്യം പറഞ്ഞു, മോണ്ടിസോറി കുട്ടികളെ നമ്മള് എന്തെങ്കിലും ഒരു ചെറിയ പ്രാണികളെ ഭയങ്കര സൂക്ഷ്മമായി നോക്കുന്ന പോലെയാണ് കുട്ടികളെ നോക്കുന്നത്. ആ ഒരു കോൺസെൻട്രേഷൻ ലെവലാണ് ഒബ്സർവേഷന്റെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ. അപ്പൊ അങ്ങനെ തന്നെ നോക്കിയാലാണ് കുട്ടികളിലെ പല ചേഞ്ചസും മനസ്സിലാവുള്ളൂ. ഇത് കുട്ടികളുടെ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ്, അത് ഭയങ്കര മോണ്ടിസോറിയെ സംബന്ധിച്ച് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ഒരു ബുക്കാണ് കേട്ടോ, ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. ഐ തിങ്ക് എന്റെ ആ കോപ്പി ഉണ്ട്. അതിനകത്ത് അവര് പലതും കുട്ടികളെ അവര് ഒബ്സർവ് ചെയ്തപ്പോ കണ്ട പല കാര്യങ്ങളും അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്നുള്ള ബുക്കിലേക്കുള്ള ഡൊണേഷൻ, അതിന്റെ പല കോൺട്രിബ്യൂഷൻസും ഇതായിരുന്നു. അവരുടെ കീൻ ഒബ്സർവേഷനിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങളായിരുന്നു. ഒരു മോണ്ടിസോറി ഡയറക്ടർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ ഫുൾ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ചെയ്യണം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ മൂവ്മെന്റ്, അതായത് മോട്ടർ ഡെവലപ്മെന്റ്സ്, അവരുടെ സെൻസറി ഡെവലപ്മെന്റ്, അവരുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ബുദ്ധിപരമായിട്ടും സെൻസറി ആയിട്ടും അതുപോലെ തന്നെ മൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള പേഴ്സണാലിറ്റി അല്ലെ. ചില ആളുകൾ നടക്കുമ്പോ തന്നെ എന്തൊരു പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയില്ലേ. ഫ്രം ദ ബിഗിനിങ്, ആ ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അതിന് വേണ്ടുന്ന രീതിയിൽ അവരുടെ ഫിസിക്, അവർ കോണി നടക്കാതെ സ്ട്രെയിറ്റ് നടക്കുക, അങ്ങനെ കുറെ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് എക്സസൈസ് ഒക്കെ ചെയ്യുമല്ലോ. അതൊക്കെ എല്ലാത്തിനും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ റോള്.
കുട്ടി കടന്നു പോകുന്ന ഓരോ പീരീഡിലും അവന്റെ നീഡ്സ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് അവനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ അവന്റെ പൊട്ടൻഷ്യൽ മുഴുവൻ എടുത്ത് അവന്റെ എയിമിലേക്ക് അവന് ആ ജേർണി അവന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ഡയറക്ടർസ് കുട്ടികളുടെ അടുത്ത് അങ്ങനെ നിങ്ങൾ അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്നുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള വേർഡ്സിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ സിവിയർനെസ്, ആ ഒരു ബുദ്ധിമുട്ട്, ആ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ തന്നെ വേണം. ലൈക്ക് അനാവശ്യമായ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫ്രൂഗൽ എന്ന് ഉദ്ദേശിക്കുന്നത് അവോയ്ഡിങ് വേസ്റ്റ് എന്നാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം ആ രീതിയിലുള്ളൊരു നല്ലൊരു ഒബ്സർവേഷൻ ആയിരിക്കണം. നമ്മുടെ തലയിൽ കൂടെ പല പല കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കും. അത് മുഴുവൻ തലയിൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കുട്ടികളെ ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അവിടെ നല്ലൊരു കോൺസെൻട്രേഷൻ വേണം. അപ്പൊ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുവാണെങ്കിൽ അതിനുള്ള സ്പേസും കൊടുക്കണം. അതേസമയം കുട്ടി എന്തെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിനുള്ള സ്പേസും കൊടുക്കണം. ആ സമയത്ത് കുട്ടിയെ ഒബ്സർവ് തന്നെ ചെയ്യണം. കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തും എല്ലാം ഒബ്സർവേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ത്രീ പാരഗ്രാഫ്സ് ആരാ റീഡ് ചെയ്യാൻ? Yes. Ma'am, by observing him, we see what inspires him and where his interests lie. We learn to understand his emotions and feelings and why he behaves as such. The directors observe much. She is but mentally active in her observation. It is very important to stand back away from the child and not to permit the child to rely on the directress but to become an independent individual person. One way to make a close observation of the child is to have a daily and consistent work cycle chart over a reasonable length of time, say about 6 months to a year. We should try to work on a 3 hours work cycle and refrain from interrupting the child. It is important not to stop the child every hour to change the activity, as this might interrupt his momentum, train of thoughts and disturb him when he is at his optimum work time. The child should be left to himself when he is undergoing false fatigue. That is a point when he gets very restive. There is no need for us to come to the rescue of the child to settle himself down and resume his activity or work when he is ready. A child is usually able to go back and start a new activity or resume his activity with a broad level of concentration. When he is able to do this, we say he is normalized. ഓക്കെ, കുട്ടി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യും, അതിന്റെ ഒരു നമ്മളുടെ കോൺസെൻട്രേഷൻ ലെവൽ, നമ്മളുടെ മനസ്സിലെ വേറെ പല കാര്യങ്ങളും പോകാതെ നമുക്ക് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഒബ്സർവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവൻ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതായിരിക്കും. അവന്റെ ഇൻട്രസ്റ്റ്, അവൻ അതിനകത്ത് ഇൻസ്പയർ ആകുന്നതും എല്ലാം നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ആ കുട്ടിയുടെ ഇമോഷൻസും ഫീലിങ്സും, ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ തന്നെ കൈയടിക്കുന്ന കാണാം, എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കാം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കാം. ബിഹേവിയർ എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് ചില ക്വാളിറ്റീസ് ഉണ്ടാവണം. നിങ്ങൾ മെന്റലി ആക്റ്റീവ് ആയിരിക്കും. ഭയങ്കരമായിട്ട് മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ചെന്ന് കഴിഞ്ഞ് നമുക്ക് ആ പണി ചെയ്യാൻ പറ്റില്ല. ഈ ഓരോ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒബ്സർവ് ചെയ്യുമ്പോൾ കുട്ടിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യരുത്. കുട്ടിയെ പെർമിറ്റ് ചെയ്യുക. ആ കുട്ടി എന്താണോ ചെയ്യുന്നത് ആ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവന്റെ ഇഷ്ടത്തിൽ അവൻ ചെയ്യാനായിട്ട് പെർമിറ്റ് ചെയ്യുക.
പിന്നെ അതുപോലെ കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഡെയിലി ആയിട്ട് ഒരു കുഞ്ഞിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ എത്ര പ്രാവശ്യം അവൻ അത് അന്നത്തെ ദിവസം റിപ്പീറ്റ് ചെയ്യുന്നു, എത്ര ടൈം എടുത്തു ഓരോ പ്രാവശ്യം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ദാറ്റ് ഡിപ്പെൻസ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. അതാണ് ഒരു വർക്ക് സൈക്കിള് ഉണ്ടാക്കുന്ന കാര്യം പറയുന്നത്. അപ്പൊ മൺഡേ ആ കുട്ടി ഒരു ആക്ടിവിറ്റി ഹാഫ് ആൻ അവർ ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു, 10 minutes ചെയ്തു, അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് അവൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്ക് വർക്ക് സൈക്കിള് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ലെസൺ പ്ലാൻ ഒക്കെ അല്ലാതെ പോയി പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഒബ്സർവേഷന് വേണ്ടിയിട്ട് വർക്ക് സൈക്കിള് പ്രിപ്പയർ ചെയ്യാം. പിന്നെ കുട്ടികൾ ചില സമയത്ത് ഒരു റെസ്റ്റ് എടുക്കുന്ന മൂഡിലേക്കൊക്കെ പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. കുറേ നേരം ഇരുന്ന് ചെയ്ത് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ചെയ്യുന്ന ഭാഗത്ത് തന്നെ കിടക്കും, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് ചെയ്യുന്ന മൂഡിലേക്കൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പുതിയൊരു ആക്ടിവിറ്റി ചെയ്യാനും അങ്ങനെ ഒരെണ്ണം ചെയ്തത് അത് മാറ്റി വെച്ചിട്ട് അത് കൊണ്ടുപോയി തിരിച്ചു വെച്ചിട്ട് പുതിയതായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനും, എന്നാൽ അതും നോക്കണം. എന്തുകൊണ്ടാണ് അപ്പൊ പഴയ ആക്ടിവിറ്റി പകുതിക്ക് വെച്ച് നിർത്തിയത്, അതിനെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒബ്സർവ് ചെയ്ത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആ വർക്ക് സൈക്കിളിന്റെ ഒരു ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. ഈ ഒരു മോഡലിലൊക്കെ നമുക്കത് ചെയ്യാം. കുട്ടികളുടെ കോൺസെൻട്രേഷൻ ലെവല് നമ്മൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അതായത് ഒന്നാമത്തെ കോൺസെൻട്രേഷൻ ലെവൽ 3 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നല്ല ഡീപ്പ് കോൺസെൻട്രേഷനിൽ ഇരുന്ന് അവൻ വർക്ക് ചെയ്യുവാണ്, ഒന്നും അവനെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. അതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ആരൊക്കെ എന്തൊക്കെ ആന കുത്തിയാൽ അനങ്ങില്ല എന്നൊക്കെ നമ്മൾ പറയില്ല, അതിൽ ഭയങ്കര ഡീപ്പസ്റ്റ് കോൺസെൻട്രേഷനിലായിരിക്കും അവർ ആ ചെയ്യുന്ന വർക്കിൽ അത്രയും ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കും, ഒന്നും അവരെ ഡിസ്ട്രാക്ട് ചെയ്യില്ല. അത് കോൺസെൻട്രേഷൻ ലെവൽ 3 ആണ്. നെക്സ്റ്റ് ലെവൽ 2, അവിടെയും ഡീപ്പ് കോൺസെൻട്രേഷൻ തന്നെയാണ്. ബട്ട് എന്തെങ്കിലും ലൗഡ് നോയ്സ് കേൾക്കുമ്പോഴേക്കും അതിനെ ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്യും, അങ്ങോട്ടൊന്ന് ശ്രദ്ധ പോകും. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2 വരുന്നത്. അവിടെ അവര് ഡിസ്ട്രാക്റ്റഡ് ആയോ എന്ന് ചോദിച്ചാൽ ആ ജസ്റ്റ് ആ ഒരു മൊമെന്റിലേക്ക് മാത്രം. ദെൻ ദേ ബാക്ക് ടു വർക്ക്. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2. ദെൻ ലെവൽ 1 വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർഫിഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്തും ഈ കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യും. ശബ്ദം കേട്ടാലോ അല്ലെങ്കിൽ അടുത്തൂടെ നടന്നു പോയാലോ എന്ത് കാര്യവും ഈ കുഞ്ഞിനെ ഡിസ്ട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് അത്. ഓക്കെ, നെക്സ്റ്റ് അപ്പം ഓരോ 3, 2, 1 എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് 1 എന്തൊക്കെയായാലും ഡിസ്ട്രാക്റ്റഡ് ആവില്ല. സെക്കൻഡ് 1 ജസ്റ്റ് ഒന്ന് അക്നോളജ് ചെയ്യും, അടുത്തൂടെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്ക് ടു വർക്ക്. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2. ലെവൽ 1 അത് ഏതൊക്കെ രീതിയിലായാലും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വെക്കുള്ളൂ. നെക്സ്റ്റ് ക്യൂസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭയങ്കര ശാന്തമായ സ്റ്റേറ്റ് ഓഫ് ക്വയറ്റ്, ഒരു ശാന്തമായ ഒരു അവസ്ഥ. ബട്ട് മിക്കവാറും അത് ടെമ്പററി ആയിരിക്കും, സ്ഥിരം അങ്ങനെയെന്നല്ല. മിണ്ടാതെ ഭയങ്കര കാമായിട്ട് ക്വയറ്റ് ആയിട്ടിരിക്കും. അവൻ ഒന്നും വർക്കൊന്നും ചെയ്യുന്നില്ല, ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു സാധു പാവം അങ്ങനത്തെ. അവനും ഒന്നും ചെയ്യില്ല, മറ്റുള്ളവരെയും ഒന്നും ചെയ്യില്ല. ആ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. അതാണ് ക്യൂസൻസ് എന്ന് പറയുന്നത്, ഒരു ശാന്തമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ. ഇനി ഡിസോർഡർ ലെവൽ 1, ഇവിടെ കുട്ടി പോയി മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് പക്ഷെ ഒരു അങ്ങനെ സംഭവിച്ചു പോകുന്നതാ, നേരത്തെ പ്ലാൻഡോ അങ്ങനത്തെ രീതിയിലൊന്നുമില്ല. അങ്ങനെ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതി, അങ്ങനെ ഡിസോർഡർ ലെവൽ 1. നമ്മൾ പറഞ്ഞു നോർമലൈസ്ഡ് കുട്ടികളും ഉണ്ടാവും, ഡീവിയേറ്റഡ് കുട്ടികളും ഉണ്ടാവും. ഇനി ഡിസോർഡർ ലെവൽ 2 എന്ന് പറയുമ്പോൾ കുട്ടി മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു, പക്ഷെ ഡീവിയേറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് നോട്ട് കൺസിഡർ ഡീവിയേറ്റഡ്. സംഹൗ ഇറ്റ് ഹാപ്പൻസ്, ആ രീതിയിലൊരു ഡിസ്റ്റർബൻസ് വരുന്നു. അത് പക്ഷെ നല്ല നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടിക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരു മൂഡ് ചേഞ്ച് സംഭവിക്കുന്നതായിരിക്കാം, വൺസ് ഇൻ എ വൈലൊക്കെ സംഭവിക്കുന്നതായിരിക്കാം ഡിസോർഡർ ലെവൽ 2. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് വർക്ക് സൈക്കിൾ ഉണ്ടാക്കാം. കുട്ടിയുടെ പേര്, ഏജ് ഒക്കെ വെച്ചിട്ട് കുട്ടി ഏത് കോൺസെൻട്രേഷൻ ലെവലിലാണ്, അതാണ് അതിന്റെ ഒരു മോഡലാണ് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത്.
ടീച്ചർ ഓ, ഇത് നോർമലൈസേഷൻ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡല്ലേ ഡീവിയേഷൻ എന്നൊക്കെ പറയുന്നത്? നമുക്ക് ഓപ്പോസിറ്റ്, എക്സാക്ട്ലി ഓപ്പോസിറ്റ് വേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് അതിന്റെ കറക്റ്റ് മീനിങ് എന്തുവാ? അപ്പൊ ഡീവിയേറ്റഡ് പറയുമ്പോ നോർമൽ എന്നും കുറച്ചും കൂടി അല്ലാത്തൊരു ലെവലിൽ പെരുമാറുന്നതിനാണോ? അതന്നെ ഒരു ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ചേഞ്ച് വരുത്തിയാൽ അവർ നോർമൽ ആകും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ദിവസം ഡിസ്ട്രാക്റ്റഡ് ആണ്, ബട്ട് നമ്മൾ നമ്മുടെ നോർമൽ സ്റ്റേറ്റിലേക്ക് വരും അല്ലെ? അപ്പൊ അവരെ ഇങ്ങോട്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ തെന്നി മാറി നിൽക്കുന്ന ഒരു വിഭാഗം, അവരെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ആ ഡീവിയേറ്റഡ് എന്നുള്ള ഒരു മീനിങ് വരുന്നത്. മിസ്സേ, ഒരു കാര്യം കൂടി ചോദിച്ചേ, ഈ ഡിസോർഡർ ലെവൽ 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ വരുന്നത്? ഒന്നില് കുട്ടി ഡിസ്റ്റർബ് ചെയ്യുന്നു, ബട്ട് അത് അങ്ങനെ ചെയ്യണം എന്ന് അവൻ മുൻകൂട്ടി പ്ലാൻഡ് ഒന്നുമല്ല, അങ്ങനെ സംഭവിച്ചു പോകുന്നതാ. മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. മറ്റു കുട്ടികളെ അനദർ ചൈൽഡ് ഗോസ് ആൻഡ് പോയി ഡിസ്റ്റർബ് ചെയ്യുവാണ്. ഓക്കെ, നമുക്കിത് കാണാനായിട്ട് പറ്റും. പലപ്പോഴും ഇങ്ങനെയുള്ള കുട്ടികളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്, നമ്മൾക്ക് എത്രത്തോളം അതിന്റെ തിയറിയെക്കാളും നമുക്കത് നേരിട്ട് കാണുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊരു ഐഡിയ കിട്ടും തോന്നും. കാരണം ഈ ഡിസ്റ്റർബൻസ് പല രീതിയിൽ വരാം. ഒന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്വയം ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു ലെവലും ഉണ്ടാവും. കാരണം അവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ശബ്ദം ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും. അല്ലെങ്കിൽ അവർക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അതും ഒരു ഡിസോർഡർ ലെവലാട്ടോ. കോൾഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. നമുക്ക് തന്നെ ഒരു നോർമലി ചെയ്യുന്നത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തൊരു അവസ്ഥ വരും. അങ്ങനെ ഈ ലെവൽ 6 തന്നെ വേണമെന്നില്ല, നമുക്ക് ഡിസൈൻ ചെയ്യാം, നമുക്ക് മോഡിഫൈ ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു ലെവൽ, അസുഖം കോൾഡായി വന്നൊരു കുട്ടിയെ സ്കൂളിലേക്ക് അയച്ചു, അവൻ ഒരു ആക്ടിവിറ്റിയും ചെയ്യില്ല, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. തുമ്മല്, റണ്ണിങ് നോസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്ക് അതിനൊരു ഡിസോർഡർ ലെവലായിട്ട് വെക്കാം. പക്ഷെ അത് ടെമ്പററി ആണ്. അവന്റെ ആ ഒരു അസ്വസ്ഥത മാറുമ്പോൾ അവൻ നേരത്തെ എങ്ങനെയായിരുന്നു അതിലേക്കാവും. അതേസമയം ഭയങ്കരമായിട്ട് വയലന്റ് നേച്ചർ അതുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെയാണ്. അവരെ നമ്മളൊക്കെ നോർമലൈസ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യണം അവർക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസ്. അവിടെ നമുക്ക് ഇന്റർവെൻ ചെയ്യാം. നമ്മൾ അവിടെ ട്രഡീഷണൽ ടീച്ചറെ പോലെ തന്നെ നിന്ന് അവരെ കൊണ്ട് ആക്ടിവിറ്റി ചെയ്ത് അവർ ഈ നോർമലൈസ്ഡ് നമ്മൾ ആ ഒരു ഇതിലേക്ക് ആയും തോന്നുമ്പോൾ പതുക്കെ മാറും. അതാണ് അവിടെ ആ ഒരു ഫെസിലിറ്റേറ്റഡ് ഒരു റോള് വരുന്നത്. കോൺസെൻട്രേഷൻ ലെവൽ 3, 2, 1 അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കോൺസെൻട്രേഷൻ ലെവൽ 3, 2, 1 നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഇന്റർവെൻഷൻസ് ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ നോർമലൈസ്ഡ് ആയിട്ട് കുട്ടി അല്ലെ, അവനെ ഒന്നും ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. സെക്കൻഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഡീപ്പ് കോൺസെൻട്രേഷൻ തന്നെയാണ്, ബട്ട് സമൂഹം എന്തെങ്കിലും ശബ്ദം അടുത്തൂടെ കേൾക്കുമ്പോഴേക്കും അവൻ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കും, പിന്നെ ബാക്ക് ടു ഹിസ് വർക്ക്. അതാണ് കോൺസെൻട്രേഷൻ ലെവൽ 2. ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കോൺസെൻട്രേഷൻ വളരെ പൂറാണ്. ഈ കുട്ടി ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആകും. അവൻ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിൽ അവന്റെ ശ്രദ്ധ മുഴുവൻ ചുറ്റുപാടുമായിരിക്കും. പുറത്തൂടെ ഒരു ശബ്ദം, ഇവൻ റോഡിലൂടെ ഒരു ശബ്ദം കേട്ടാൽ തന്നെ അവൻ അതിനെ അഡ്രസ് ചെയ്യും. അത് ക്യൂസിൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആർക്കും ഉപദ്രവമില്ലാത്തൊരു കാറ്റഗറി ഉണ്ടാവുമല്ലോ. ഭയങ്കര ശാന്തമായിരിക്കും, അവരൊന്നും ചെയ്യൂല. ഭയങ്കര എന്താ പറയാ, സ്ലീപ്പി ആയി ലേസി ആയിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഒട്ടും ആക്റ്റീവ് ആയിട്ട് ഇരിക്കില്ല. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യൂല. അങ്ങനത്തെ ഒരു പാവം ടൈപ്പ് നമ്മൾ പറയില്ലേ. ഡിസോർഡർ ലെവൽ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടി തന്നെ ചെയ്യുന്ന ഒരു, അതായത് വയലന്റ് അജിറ്റേറ്റിംഗ് ക്യാരക്ടറിൽ വരുന്ന കുട്ടികളാണ് ഡിസോർഡർ ലെവൽ 1 വരുന്നത്. അതായത് ഡിസോർഡറിന്റെ പീക്ക് അവരങ്ങനെയാണ്. കടിക്കുക, തള്ളുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില കുട്ടികളില്ലേ, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത്. അവരെ നമുക്ക് ഡീവിയേഷനിൽ വെച്ചിട്ട് അവരെ പല ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെ നോർമലൈസിലേക്ക് കൊണ്ടുവരണം. അവർ ചിലപ്പോൾ ഒരു പക്ഷേ കോൺസെൻട്രേഷൻ ലെവലിലേക്ക് ഓരോ ലെവലും മാറി എത്താനായിട്ട് കുറേ സമയം എടുക്കുമായിരിക്കും. ഡിപ്പെൻഡ്സ് അവർക്ക് കിട്ടുന്ന ആക്ടിവിറ്റി അനുസരിച്ച്. ഡിസോർഡർ ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യുന്നു, ബട്ട്
ഡീവിയേറ്റഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, കാരണം സംഹൗ ആ ഡിസ്റ്റർബൻസ് സംഭവിച്ചു പോകുക ആ ഒരു ഇൻസ്റ്റന്റിൽ. ഇനിയും നമുക്ക് ഡിസോർഡേഴ്സ് വെക്കാം. കുട്ടിയുടെ ആരോഗ്യാവസ്ഥ മോശമാണെങ്കിൽ അപ്പോഴും അവൻ ഡിസ്റ്റർബ്ഡ്, അവൻ ആക്ടിവിറ്റീസ് ചെയ്യില്ല. നമുക്ക് എന്താ, നോർമൽ ആയിട്ടിരുന്ന ആക്ടിവിറ്റി ചെയ്യുന്ന കുട്ടിയാണ് നമ്മൾ നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ, എനിക്ക് 11:30 ക്ലാസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ വർക്ക് സൈക്കിൾ ചാർട്ട് ചെയ്യാം. ചാർട്ട് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന പല ടൈപ്പ് കുട്ടികളാകാലോ. മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മാറ്റാം. ലെവൽസ് ഒക്കെ ഓരോന്നും മാറ്റി മാറ്റി എഴുതാം. ഈ കുഞ്ഞ് തന്നെ നെക്സ്റ്റ് ഒരു വീക്ക് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് വീക്കിലെ വർക്ക് സൈക്കിളിൽ ഒരു പക്ഷേ ഇവന്റെ ലെവൽ മാറിയിട്ടുണ്ടാകാം, അവന് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അനുസരിച്ച്, അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അനുസരിച്ച്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് യൂണിറ്റ് 7 ആൻഡ് വി ഹാവ് വൺ മോർ യൂണിറ്റ്, ദാറ്റ് ഇസ് യൂണിറ്റ് 10 മോണ്ടിസോറി ടേംസ്. സോ അത് ഈ ആഴ്ച കൊണ്ട് തീർക്കും. അങ്ങനെ നിങ്ങളുടെ മോഡ്യൂൾ 1 തീരും. പ്രിപ്പയർഡ് ഫോർ ടേം എക്സാമിനേഷൻ. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, 100 മാർക്ക് ആയിരിക്കും. മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കാണും. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, എനിക്ക് 11:30 ക്ലാസ്സിലുണ്ടാണേ. Okay, bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.